ഇത് ലോക്ക് കെട്ട് കൊണ്ടുണ്ടാക്കിയ വീടാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ പലരും ആവശ്യപ്പെട്ടു ഫുൾ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ലോക്ക് കെട്ടയുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് ലോക്ക് കെട്ട വീതി കൂടിയ ലോക്ക് കെട്ട കൊണ്ടാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. ഇനി മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോർ ചെയ്ത ലോക്ക് കെട്ടയുടെ വിശേഷങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. കടന്നു വരും. ലോക്ക് കെട്ട കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ നമ്മളിങ്ങനെ പൊഴിച്ചിട്ട് വയറിങ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് വരില്ലേ എന്ന സംശയം ചോദിച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് കട്ടർ ഉപയോഗിച്ച് പൊഴിച്ച് ഇത് വയറിങ് ചെയ്തിരിക്കുകയാണ്. ഇത് കാണിച്ചിട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഇഷ്ടികയ്ക്കൊന്നും യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഇതിന് പൊട്ടലോ അങ്ങനെ ഒരു ചിഹ്നലോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ പൊഴിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഇപ്പം വയറിങ് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് ഫ്ലോർ പണിയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നോക്ക്, ഈ കട്ടയ്ക്കൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇത് ഫുള്ളായിട്ട് ഞങ്ങൾ പുട്ടി അടിക്കണ്ട എന്ന് തീരുമാനിച്ചു. ചിലവ് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ടയുടെ ഇടഭാഗം ഞങ്ങൾ ഗ്രൗട്ട് കലക്കി ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രം. എന്നിട്ട് ഇതിനൊരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് പെയിൻ്റ് അടിക്കുകയോ ഡിസൈൻ കൊടുക്കുകയോ ചെയ്യാമല്ലോ. അപ്പോൾ കട്ടയുടെ തന്നെ ഡിസൈൻ വരത്തക്ക രീതിയിലാണ് ഇതിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇത് ഫില്ലായതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് മറ്റ് പ്രാണികളൊന്നും കയറത്തില്ല. ആ രീതിയിലാണ് ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കട്ടയുടെ വീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗ്രൗണ്ട് ഫ്ലോർ പണിത ഇഷ്ടികയ്ക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള കട്ട തന്നെയാണ്. ഇത് ലോക്ക് കട്ട. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അതിൻ്റെ വീതി നീളവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പണിതു. ഇനി ഇവിടെ വാർക്കക്കട്ടളയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം മറ്റ് ചെതലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വാർക്കക്കട്ടളയാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് എല്ലാ വാർക്കക്കട്ടളയുടെ ജനലും വാർക്കയുടെ തന്നെ കട്ടള അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ പൊഴിച്ചു. ഇത്രയും വീതി വരുന്ന ഈ പോർഷനിൽ പൊഴിച്ചിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഈ ഇഷ്ടികയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, പൊട്ടലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഉള്ളൊരു സംശയം ഇത് പൊട്ടിപ്പോവുകയോ ചിന്നിപ്പോവുകയോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇനി മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പണിതിരിക്കുന്ന ഇഷ്ടികയൊക്കെ കാണാം. എൻ്റെ കൊടുത്തി ഫസ്റ്റ് ഫ്ലോർ പണിത കട്ടയ്ക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ പണിത കട്ടയേക്കാളും വീതി കുറവാണ്. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് 2 നിലയൊന്നും പണിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീതി കുറച്ച കട്ടയാണ്, അത് ലാഭവുമാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ പണിത കട്ടയുടെ വീതി. 5 ഇഞ്ച് കട്ടയെ 5 ഇഞ്ച് നോക്ക്. ഈ കട്ടയുടെ വീതി കണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിനേക്കാളും വീതി കുറഞ്ഞിട്ടുള്ള കട്ടയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ലോക്ക് കട്ട തന്നെയാണ്. ലോക്ക് കട്ടയുടെ ഗ്രൗണ്ട് ഫ്ലോർ പണിത കട്ടയേക്കാളും വീതി കുറഞ്ഞ കട്ടയാണിത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് ഈ കട്ട മതി, ഇതിന് വില കുറവുമാണ് കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വിലയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നോക്കാം, ഇതിങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നു. അത് മാത്രമല്ല ഈ വീതി കുറഞ്ഞ കട്ട നല്ല മിനുസമുള്ള കട്ടയാണ്. യാതൊരു കാരണവശാലും ഇതിന് പുട്ടി പോലും അടിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നണേ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മിനുസമുള്ള കട്ടയാണ് കേട്ടോ. 2 ബാത്റൂം അടുത്തടുത്ത് പണിയുമ്പോൾ അതിന് എന്തെങ്കിലും ദോഷവശം ഉണ്ടോ എന്ന് ആളുകൾക്കൊരു സംശയമുണ്ട്. ഇതിപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ 2 ബാത്റൂം അടുത്തടുത്ത് വരികയാണ്. ഇതൊരു ബാത്റൂമാണ് കേട്ടോ. ഇതൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിന് എയർ ഹോൾ നമ്മളിപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കും. പക്ഷെ അത് കൂടാതെ നമ്മൾ എയർ ഹോൾ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ എയർ ഹോള് ത്രൂ ഔട്ട് ബാക്കിൽ പുറത്തേക്ക് ഈ എയർ ഹോൾ തുറന്നു കിടക്കുന്നത് കൊണ്ട് ഇതിന് മറ്റ് ദോഷവശങ്ങൾ ഉണ്ടാവില്ല. സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ആളുകൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ഇങ്ങനെ എയർ ഹോൾ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അവിടെ നമുക്ക് എക്സോസ്റ്റ് ഫാൻ വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആ എയർ ഹോള് ഇതിനിപ്പുറത്തുമുള്ളത് ഒരു ബാത്റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് കയറാവുന്ന ബാത്റൂമാണിത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് കയറാനുള്ള ബാത്റൂം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് കയറാനുള്ള ബാത്റൂമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റ് ഈ ബാത്റൂമിൻ്റെ എയർ ഹോള് ഇതിൻ്റെ മുകളിലൂടെ ഗ്യാപ്പാണ്, ഇതിൻ്റെ മുകളിലും ഗ്യാപ്പാണ്. അപ്പോൾ അത് ശരിക്കും എയർ സർക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഭിത്തി മാത്രം നമ്മൾ ഈ സിമെൻറ്റ് ഇഷ്ടികയ്ക്കാണ് പണിതത്. അതിൻ്റെ കാരണം ഇത് 4 ഇഞ്ച് കട്ടയാണ്. ഇത് 4 ഇഞ്ച് കട്ടയാണ്. അപ്പോൾ സ്പേസ് വളരെ കുറഞ്ഞിരിക്കാനും മാത്രമല്ല 2 ബാത്റൂമും അടുത്തടുത്ത് വരുമ്പോൾ ഭിത്തി വളരെ ഇടുങ്ങിയ ഭിത്തികളാണല്ലോ. അപ്പം നമുക്ക് നല്ല ഈടുറ്റതുമായിരിക്കും. ഇപ്പോൾ അടുത്തടുത്താണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഇത് 4 ഇഞ്ച് കട്ടയ്ക്ക് പണിതിരിക്കുന്നത് കേട്ടോ. ലോക്ക് കട്ട 4 ഇഞ്ച് കട്ടയില്ല. സ്പേസ് വളരെ കുറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്പേസിന് അനുസരിച്ചുള്ള സിമെൻറ്റ് ഇഷ്ടികയാണ് ഈ പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇഷ്ടിക നല്ല ഭംഗിയുമാണ്, ചിലവും കുറവാണ്, വളരെ പെട്ടെന്ന് പണിയും തീരും. അപ്പോൾ ഇവിടെ നമ്മൾ വിൻഡോയ്ക്ക് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇത് സ്ലൈഡ് വിൻഡോ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിലത്തെ നിലയാകുമ്പം ഇത് സ്ലൈഡ് ഡോറ് ഇടത്തക്ക രീതിയിൽ വിൻഡോ പണിയാവല്ലോ, അതിനാണ് ഇങ്ങനെ സ്പേസ് ഇട്ട് പണിതിട്ട് ഇനി നമ്മൾ സ്ലൈഡ് ഡോറ് ഈ വിൻഡോയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നനയ്ക്കണമായിരുന്നു. നനയ്ക്കുന്നത് എന്താ